നക്ഷത്രമണ്ഡലത്തിലെ അവസാനത്തെ നക്ഷത്രമാണ് രേവതി. ഒരു ചക്രത്തിന്റെ പൂർത്തീകരണത്തെയും പുതിയൊന്നിന്റെ തുടക്കത്തെയുമാണ് രേവതി പ്രതിനിധീകരിക്കുന്നത്. മീനരാശിയുടെ അഗാധമായ സമുദ്രത്തിൽ വിരിയുന്ന ഈ നക്ഷത്രം കരുണയുടെയും സ്നേഹത്തിന്റെയും പ്രതീകമാണ്. 2026 മാർച്ച് മാസത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വെറും ഒരു മാസമല്ല, മറിച്ച് കുറെ കാലമായി നിങ്ങൾ നട്ടുനനച്ച കർമ്മഫലങ്ങൾ കൊയ്തെടുക്കാനുള്ള ഒരു കാലഘട്ടത്തിന്റെ തുടക്കമാണ്. ഈ മാസം നിങ്ങൾ അനുഭവിക്കുന്ന ഓരോ അനുഭവവും, അത് സന്തോഷമാകട്ടെ സങ്കടമാകട്ടെ, അതിനെല്ലാം പിന്നിൽ ഒരു വലിയ ലക്ഷ്യമുണ്ടാകും. 2026 എന്ന വർഷം തന്നെ വലിയ സാമൂഹികവും വ്യക്തിപരവുമായ മാറ്റങ്ങളുടേതാണ്. അതിന്റെ 3-ാം മാസമായ മാർച്ചിലെത്തുമ്പോൾ നിങ്ങളുടെ മനസ്സ് ഒരു വലിയ പരിവർത്തനത്തിന് തയ്യാറെടുക്കുകയാണ്. ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിൽ സ്വന്തം ആത്മാവിനെ കണ്ടെത്താനുള്ള ഒരു യാത്ര കൂടിയായിരിക്കും ഈ മാസം. രേവതി നക്ഷത്രക്കാർ പൊതുവെ മറ്റുള്ളവരുടെ വേദനകളിൽ അലിഞ്ഞു ചേരുന്നവരും ആത്മീയ ചിന്താഗതിക്കാരുമാണ്. എന്നാൽ 2026 മാർച്ചിൽ പ്രപഞ്ചം നിങ്ങളോട് ആവശ്യപ്പെടുന്നത് അല്പം കൂടി പ്രായോഗിക ബുദ്ധിയോടെ കാര്യങ്ങളെ സമീപിക്കാനാണ്. സ്വപ്നങ്ങളുടെ ലോകത്ത് നിന്ന് യാഥാർത്ഥ്യത്തിന്റെ മണ്ണിലേക്ക് ഇറങ്ങി നിൽക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഈ മാസം ഉണ്ടായേക്കാം. ഇത് നിങ്ങളെ തളർത്താനല്ല, മറിച്ച് വരാനിരിക്കുന്ന വലിയ വിജയങ്ങൾക്ക് അടിത്തറ പാകാനാണ്. ഈ വീഡിയോയിലൂടെ നാം കടന്നു പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ തൊഴിൽ, സാമ്പത്തികം, കുടുംബം, ആത്മീയത എന്നീ 4 തൂണുകൾ ഈ മാസം എങ്ങനെ നിലകൊള്ളും എന്നതിനെക്കുറിച്ചുള്ള ആഴത്തിലുള്ള വിശകലനത്തിലേക്കാണ്. രേവതി നക്ഷത്രക്കാർക്ക് 2026 മാർച്ച് മാസം തൊഴിൽപരമായി കഠിനാധ്വാനത്തിൻ്റെതാണ്. നിങ്ങളുടെ രാശിയിൽ ശനിയുടെ സ്വാധീനം തുടരുന്നതിനാൽ കാര്യങ്ങളിൽ ചെറിയ കാലതാമസമോ തടസ്സങ്ങളോ നേരിടാൻ സാധ്യതയുണ്ട്. എങ്കിലും തളരാതെ മുന്നോട്ട് പോകുന്നത് വിജയത്തിന് വഴിതെളിക്കും. ഓഫീസിലെ അന്തരീക്ഷം ചിലപ്പോൾ അല്പം സമ്മർദ്ദം നിറഞ്ഞതാകാം. അധിക ചുമതലകൾ നിങ്ങളെ തേടി വരും. സഹപ്രവർത്തകരുമായുള്ള ബന്ധത്തിൽ വിട്ടുവീഴ്ചകൾ ആവശ്യമാണ്. അനാവശ്യമായ തർക്കങ്ങളിൽ ഏർപ്പെടുന്നത് നിങ്ങളുടെ പ്രതിച്ഛായയെ ബാധിച്ചേക്കാം. മേലധികാരികളിൽ നിന്ന് പ്രശംസ ലഭിക്കുമെങ്കിലും അത് അർഹിക്കുന്ന സമയത്ത് ലഭിച്ചെന്ന് വരില്ല. സർക്കാർ ജീവനക്കാർക്ക് ഈ മാസം സ്ഥാനക്കയറ്റത്തിനുള്ള സാധ്യത കാണുന്നുണ്ടെങ്കിലും ചില സാങ്കേതിക തടസ്സങ്ങൾ നേരിടാം. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ മാസം 2-ാം പകുതി ഗുണകരമാണ്. എന്നിരുന്നാലും വലിയ നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ വിദഗ്ധോപദേശം തേടുന്നത് നന്നായിരിക്കും. പങ്കാളിത്ത കച്ചവടത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ കണക്കുകൾ കൃത്യമായി സൂക്ഷിക്കേണ്ടതുണ്ട്. ചെറിയ നഷ്ടങ്ങൾ സംഭവിക്കാൻ സാധ്യതയുള്ളതിനാൽ ഊഹക്കച്ചവടത്തിൽ നിന്ന് വിട്ടുനിൽക്കുക. വിദേശവുമായി ബന്ധപ്പെട്ട് ബിസിനസ് നടത്തുന്നവർക്ക് മികച്ച ലാഭം പ്രതീക്ഷിക്കാം. തങ്ങളുടെ സർഗാത്മകത പുറത്തെടുക്കാൻ രേവതി നക്ഷത്രക്കാർക്ക് സാധിക്കും. എഴുത്തുകാർക്കും കലാകാരന്മാർക്കും പുതിയ അവസരങ്ങൾ ലഭിക്കും. എന്നാൽ അംഗീകാരങ്ങൾക്കായി കുറച്ചുകൂടി കാത്തിരിക്കേണ്ടി വരും. പ്രശസ്തി വർദ്ധിക്കുമെങ്കിലും അതിനൊപ്പം ശത്രുക്കളുടെ ശല്യവും വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. സാമ്പത്തികമായി നോക്കിയാൽ മാർച്ച് മാസം ചെലവുകൾ വർദ്ധിക്കുന്ന ഒരു മാസമാണ്. വരുമാനം ഉണ്ടാവുമെങ്കിലും അപ്രതീക്ഷിതമായി വരുന്ന ചിലവുകൾ ബഡ്ജറ്റിനെ ബാധിച്ചേക്കാം. നിങ്ങളുടെ സ്ഥിര വരുമാനത്തിന് തടസ്സമുണ്ടാകില്ല. പഴയ കുടിശ്ശികകൾ ഈ മാസം ലഭിക്കാൻ സാധ്യതയുണ്ട്. വസ്തുവകകളിൽ നിന്നുള്ള വരുമാനം പ്രതീക്ഷിക്കാം. വീടറ്റകുറ്റപ്പണികൾക്കോ വാഹനങ്ങൾക്കോ വേണ്ടി പണം ചെലവാക്കേണ്ടി വരും. ആഘോഷങ്ങൾക്കും കുടുംബപരമായ ആവശ്യങ്ങൾക്കുമായി നല്ലൊരു തുക മാറ്റിവെക്കേണ്ടി വരും. ഓഹരി വിപണിയിലോ ലോട്ടറിയിലോ പണം നിക്ഷേപിക്കുന്നത് ഈ മാസം അത്ര ഗുണകരമല്ല. ദീർഘകാല നിക്ഷേപങ്ങൾ തിരഞ്ഞെടുക്കുന്നതാണ് ഉചിതം. ഭൂമി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ മാസം അനുകൂലമായ ചില സൂചനകൾ ലഭിക്കും. കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും ഈ മാസം പൂർണ്ണമായും ഒഴിവാക്കണം. ആർക്കെങ്കിലും പണം കടം നൽകിയാൽ അത് തിരികെ ലഭിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. കുടുംബജീവിതത്തിൽ സമാധാനവും സന്തോഷവും നിലനിർത്താൻ നിങ്ങൾ അല്പം പ്രയത്നിക്കേണ്ടി വരും. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സംസാരത്തിൽ നിയന്ത്രണം പാലിക്കുന്നത് തർക്കങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും. പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ നൽകേണ്ടി വരും. മാസത്തിന്റെ അവസാന പകുതിയോടെ ദാമ്പത്യത്തിൽ കൂടുതൽ ആത്മബന്ധം അനുഭവപ്പെടും. ദൂരയാത്രകൾ ദമ്പതികൾക്കിടയിലെ പിരിമുറുക്കം കുറയ്ക്കാൻ സഹായിക്കും. മാതാപിതാക്കളുടെ അനുഗ്രഹം എല്ലാ കാര്യങ്ങളിലും ഉണ്ടാകും. എന്നാൽ അവരുടെ ആരോഗ്യനിലയിൽ ചില തളർച്ചകൾ അനുഭവപ്പെടാം. സഹോദരങ്ങളുമായി സ്വത്ത് സംബന്ധമായ കാര്യങ്ങളിൽ തർക്കമുണ്ടെങ്കിൽ അത് രമ്യമായി പരിഹരിക്കാൻ ഈ മാസം ശ്രമിക്കണം. മക്കളുടെ വിദ്യാഭ്യാസ കാര്യത്തിലോ വിവാഹ കാര്യത്തിലോ ഗുണകരമായ തീരുമാനങ്ങൾ ഉണ്ടാകും. വീട്ടിൽ അതിഥികളുടെ വരവുണ്ടാവുകയും സന്തോഷകരമായ നിമിഷങ്ങൾ പങ്കിടുകയും ചെയ്യും. മാനസികമായ സമാധാനത്തിനായി ധ്യാനവും യോഗയും ശീലിക്കുന്നത് നന്നായിരിക്കും. ശനിദശയുടെ സ്വാധീനമുള്ളതിനാൽ മനസ്സിന് ചെറിയ അസ്വസ്ഥതകൾ തോന്നാം. ഇതിനെ മറികടക്കാൻ ആത്മീയ ഗ്രന്ഥങ്ങളുടെ വായന സഹായിക്കും. തീർത്ഥാടന യാത്രകൾക്ക് ഈ മാസം അനുകൂലമാണ്. കുടുംബസമേതം ക്ഷേത്ര ദർശനം നടത്തുന്നത് മാനസികോർജം നൽകും. പരോപകാര പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് വഴി നിങ്ങൾക്ക് വലിയ മാനസിക സംതൃപ്തി ലഭിക്കും. മറ്റുള്ളവരെ സഹായിക്കാനുള്ള നിങ്ങളുടെ മനസ്സ് സമൂഹത്തിൽ നിങ്ങൾക്ക് വലിയ ബഹുമാനം നേടിത്തരും. ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ഈ മാസം അല്പം ശ്രദ്ധ ആവശ്യമാണ്. ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ, ഉദര രോഗങ്ങൾ എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. പുറത്തു നിന്നുള്ള ഭക്ഷണം പരമാവധി ഒഴിവാക്കുക. ജോലിഭാരം കാരണം മാനസിക സമ്മർദ്ദവും ഉറക്കക്കുറവും അനുഭവപ്പെടാം.
രാത്രിയിൽ കൃത്യസമയത്ത് ഉറങ്ങാൻ ശ്രമിക്കുക. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അമിത വേഗത ഒഴിവാക്കണം. ചെറിയ വീഴ്ചകൾക്കോ പരിക്കുകൾക്കോ സാധ്യതയുള്ളതിനാൽ ശ്രദ്ധിക്കുക. പ്രായമായവർക്ക് സന്ധിവേദനയോ കാലുകൾക്ക് അസ്വസ്ഥതയോ അനുഭവപ്പെടാം. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം മാർച്ച് മാസം പരീക്ഷണ കാലമാണ്. ഏകാഗ്രതയോടെ പഠിച്ചാൽ മികച്ച വിജയം കൈവരിക്കാൻ സാധിക്കും. അനാവശ്യമായ കൂട്ടുകെട്ടുകളും സോഷ്യൽ മീഡിയ ഉപയോഗവും പഠനത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ഉപരിപഠനത്തിന് തയ്യാറെടുക്കുന്നവർക്ക് തങ്ങൾ ആഗ്രഹിച്ച വിഷയം ലഭിക്കാൻ കഠിനമായി പരിശ്രമിക്കേണ്ടി വരും. അധ്യാപകരുടെ ഉപദേശങ്ങൾ കൃത്യമായി പാലിക്കുക. ശനിയാഴ്ചകളിൽ ശനീശ്വര ക്ഷേത്രത്തിൽ നീരാജനം വഴിപാട് നടത്തുക. ഹനുമാൻ ചാലിസ ചൊല്ലുന്നത് ഭയവും ഉത്കണ്ഠയും മാറാൻ സഹായിക്കും. രേവതിയുടെ അധിപൻ ബുധനായതിനാൽ വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നത് തൊഴിലിലും സാമ്പത്തിക കാര്യങ്ങളിലും പുരോഗതി നൽകും. ബുധനാഴ്ചകളിൽ പച്ചപ്പയർ ദാനം ചെയ്യുന്നതും നല്ലതാണ്. സാധുക്കൾക്ക് അന്നദാനം നടത്തുകയോ വസ്ത്രങ്ങൾ നൽകുകയോ ചെയ്യുന്നത് ഗ്രഹദോഷങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. ബുധമന്ത്രം ദിവസവും 108 തവണ ജപിക്കുക. പണം ഇവർക്കൊരു പ്രശ്നമാകില്ലെങ്കിലും അത് സൂക്ഷിച്ചു വെക്കുന്നതിനേക്കാൾ മറ്റുള്ളവരെ സഹായിക്കാൻ ചെലവാക്കുന്നതിലായിരിക്കും ഇവർക്ക് താല്പര്യം. ദാമ്പത്യ ജീവിതത്തിൽ ഇവർ സമാധാനപ്രിയരാണ്. പങ്കാളിയെ അങ്ങേയറ്റം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യും. എന്നാൽ പങ്കാളിയിൽ നിന്ന് അമിതമായ വൈകാരിക പിന്തുണ ഇവർ പ്രതീക്ഷിക്കാറുണ്ട്. അത് ലഭിക്കാതെ വരുമ്പോൾ ഇവർ അന്തർമുഖരായി മാറാൻ സാധ്യതയുണ്ട്. രേവതിക്കാർക്ക് ജലതത്വമായതുകൊണ്ട് ഒഴുകുന്ന വെള്ളത്തിനടുത്ത് സമയം ചെലവഴിക്കുന്നത് ഇവരുടെ മാനസിക പിരിമുറുക്കം കുറയ്ക്കാൻ സഹായിക്കും. ആഴ്ചയിലൊരിക്കൽ കുറച്ചു സമയം മൗനം പാലിക്കുന്നത് ഇവരുടെ അന്തർജ്ഞാനം വർദ്ധിപ്പിക്കും. പക്ഷികൾക്കോ മൃഗങ്ങൾക്കോ ഭക്ഷണം നൽകുന്നത് ഇവരുടെ ജാതകത്തിലെ ദോഷങ്ങൾ അകറ്റാൻ ഏറ്റവും ഉത്തമമാണ്. കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് വിഷമിച്ചിരിക്കുന്ന സ്വഭാവം ഇവർ ഉപേക്ഷിക്കണം. എല്ലാ നക്ഷത്രക്കാരെയും പോലെ രേവതിക്കാർക്കും ചില പോരായ്മകളുണ്ട്. ഇവയെക്കുറിച്ച് ബോധവാന്മാരാകുന്നത് വ്യക്തിത്വ വികസനത്തിന് അത്യന്താപേക്ഷിതമാണ്. മറ്റുള്ളവരുടെ വാക്കുകളും പ്രവൃത്തികളും അവരെ എളുപ്പത്തിൽ മുറിവേൽപ്പിക്കും. വിമർശനങ്ങളെ വ്യക്തിപരമായി എടുക്കുന്ന സ്വഭാവം കാരണം അവർക്ക് വിഷാദത്തിനും ഉത്കണ്ഠയ്ക്കും സാധ്യതയുണ്ട്. എല്ലാ വശങ്ങളെക്കുറിച്ചും ഒരുപാട് ചിന്തിക്കുന്നത് കൊണ്ടും മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ ആഗ്രഹിക്കാത്തത് കൊണ്ടും തീരുമാനങ്ങൾ എടുക്കാൻ അവർക്ക് പലപ്പോഴും താമസം നേരിടേണ്ടി വരും. ഇത് ജീവിതത്തിലെ പ്രധാന അവസരങ്ങൾ നഷ്ടപ്പെടാൻ കാരണമായേക്കാം. കഠിനമായ യാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടാണ്. പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടാനും തങ്ങളുടെ സ്വപ്നലോകത്ത് അഭയം തേടാനുമുള്ള പ്രവണതയുണ്ടാകും. അവരുടെ ദയാശീലവും ഇല്ല എന്ന് പറയാനുള്ള മടിയും മറ്റുള്ളവർ മുതലെടുക്കാൻ സാധ്യതയുണ്ട്. സാമ്പത്തികമായും വൈകാരികമായും അവർ എളുപ്പത്തിൽ ചതിക്കപ്പെട്ടേക്കാം. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നതിനിടയിൽ അവർ പലപ്പോഴും സ്വന്തം കഴിവുകളെയും മൂല്യങ്ങളെയും കുറച്ച് കാണുന്നു. നിരന്തരമായ പ്രോത്സാഹനവും അംഗീകാരവും അവർക്ക് ആവശ്യമാണ്. സാമ്പത്തിക കാര്യങ്ങളിൽ പ്രായോഗിക ബുദ്ധിയോട് പെരുമാറാൻ പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. രേവതി നക്ഷത്രക്കാർ കുടുംബ ബന്ധങ്ങൾക്ക് വലിയ വില കൽപ്പിക്കുന്നവരാണ്. അവർ സ്നേഹനിധികളായ പങ്കാളികളും വാത്സല്യമുള്ള മാതാപിതാക്കളുമായിരിക്കും. അവരുടെ വീട് സമാധാനത്തിന്റെയും ശാന്തതയുടെയും ഒരു തുരത്തായിരിക്കും. പങ്കാളിയുമായി ആഴത്തിലുള്ള വൈകാരിക ബന്ധം സ്ഥാപിക്കാൻ അവർ ആഗ്രഹിക്കുന്നു. അവരുടെ വൈകാരികമായ ആവശ്യങ്ങൾ മനസ്സിലാക്കാനും അവർക്ക് സുരക്ഷിതത്വം നൽകുകയും ചെയ്യുന്ന ഒരു പങ്കാളിയാണ് അവർക്ക് ഏറ്റവും അനുയോജ്യം. 2026 മാർച്ച് മാസം രേവതി നക്ഷത്രക്കാർക്ക് ഒരു പരീക്ഷണ കാലഘട്ടമാണെങ്കിലും ആത്മവിശ്വാസത്തോടും ക്ഷമയോടും കൂടി പ്രവർത്തിച്ചാൽ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ സാധിക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ അച്ചടക്കം പാലിക്കുക, കുടുംബാംഗങ്ങളോട് സ്നേഹത്തോടെ പെരുമാറുക, ആരോഗ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നിവയാണ് ഈ മാസത്തെ വിജയമന്ത്രങ്ങൾ. ആത്മീയമായ ചിന്തകൾ നിങ്ങളെ ശരിയായ പാതയിലൂടെ നയിക്കും. ഈ മാസം മുഴുവൻ പോസിറ്റീവായി ചിന്തിക്കുകയും അനാവശ്യ ആശങ്കകൾ ഒഴിവാക്കുകയും ചെയ്യുക. പരിശ്രമത്തിനൊടുവിൽ വിജയം നിങ്ങളെ തേടി വരിക തന്നെ ചെയ്യും.